അർജന്റീനയ്ക്ക് കനത്ത തിരിച്ചടി. ലോകകപ്പ് ഫൈനലിലെ അക്രമ സംഭവങ്ങളിൽ നടപടി. 3 അർജന്റീന താരങ്ങൾക്കും സഹപരിശീലകനും കനത്ത പിഴ ചുമത്തി. പാരഡൈസ്, നഹ്വൽ മൊളീന, തിയാഗോ അൽമാഡ എന്നിവർക്ക് പിഴയും മത്സരങ്ങളിൽ വിലക്കുമുണ്ട്. മുഹമ്മദ് ജസീം വിവരങ്ങളുമായി ചേരുകയാണ്. ജസീം, കലാശക്കളിക്കൊടുവിലെ കയ്യാങ്കളിയിൽ നടപടി. അതെ, തീർച്ചയായിട്ടും മധു, ഇപ്പോൾ വന്ന ഫിഫയുടെ അച്ചടക്ക സമിതി എടുത്ത ഒരു നടപടിയാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം അവിടെ നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് ലോകകപ്പ് ഫൈനലിലെ അക്രമ സംഭവങ്ങൾ വലിയ തരത്തിൽ ഫിഫ അതിലേക്ക് അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. കാരണം വലിയ വിമർശനങ്ങൾ മത്സരത്തിലെ അക്രമ സംഭവങ്ങളെ തുടർന്ന് ലോകമെമ്പാടും തന്നെ ഉയർന്നിരുന്നു. അതിലാണ് ഇപ്പോൾ ഫിഫ നടപടിയെടുത്തു എന്നുള്ള ഒരു കാര്യം വരുന്നത്. അത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിന് ശേഷം അവർ ഉയർത്തിയ ബാനർ അത് വലിയ വിവാദമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അർജന്റീനയ്ക്ക് 3 കോടി രൂപയോളം പിഴ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് അർജന്റീന താരങ്ങളായിട്ടുള്ള പാരഡൈസ്, അദ്ദേഹമാണ് ആ മത്സരത്തിൽ വലിയ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് 10 മത്സരങ്ങളിൽ വിലക്കും അതോടൊപ്പം തന്നെ 86 ലക്ഷം രൂപയോളം പിഴയുമാണ് ഫിഫ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നഹ്വൽ മൊളീനയ്ക്കും ഇതുപോലെ തന്നെയാണ് 7 മത്സരങ്ങളിൽ വിലക്കുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 86 ലക്ഷം രൂപയോളം പിഴ ശിക്ഷയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. തിയാഗോ അൽമാഡ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കും പിഴയും മത്സരങ്ങളിൽ നിന്നുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് സ്പെയിനിലെ ഗാവിക്ക് അദ്ദേഹത്തിന് ഒരു പിഴ ചുമത്തിയിട്ടുണ്ട്, ഒരു മത്സരത്തിൽ നിന്ന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അങ്ങനെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വലിയ തിരിച്ചടി തന്നെയാണ് അവർക്കുണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ. കാരണം അർജന്റീന ടീമിന് 3 കോടി രൂപ പിഴ ചുമത്തുന്നു. അതോടൊപ്പം തന്നെ പാരഡൈസിനും മൊളിനയ്ക്കും 86 ലക്ഷം രൂപ പിഴ ചുമത്തുന്നു. അൽമാഡയ്ക്ക് 28 ലക്ഷം രൂപ പിഴ ചുമത്തുന്നു. സഹപരിശീലകനായ റോബർട്ടോ അയാളയ്ക്ക് ഈ ഒരു അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തു അല്ലെങ്കിൽ അതിലുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനും 28 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഒരു മത്സരത്തിൽ വിലക്കും അദ്ദേഹത്തിനും നേരിടേണ്ടി വരുന്നു. അങ്ങനെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഈ ഒരു ലോകകപ്പിന് ശേഷം ഉണ്ടാകുന്ന ഫിഫയുടെ അച്ചടക്ക സമിതി ചേർന്നിട്ടുള്ള ഈ ഒരു നടപടി അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അർജന്റീനയെ തന്നെയാണ്. അർജന്റീനയുടെ 3 കോടി രൂപ അവരുടെ ടീമിനുണ്ടായിരുന്ന വിലക്ക് പിഴ ശിക്ഷ എന്ന് പറയുന്നത് ഫോക്ലാൻഡ് ബാനർ ഉയർത്തിയ വിവാദത്തിൽ അതിനു വേണ്ടിയുള്ള ഒരു നടപടിയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിന് ശേഷം ഫോക്ലാൻഡ് ദ്വീപ് തങ്ങളുടേതാണ് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ അർജന്റീന വലിയ തരത്തിൽ മുന്നോട്ട് വരുന്നു. അത് വലിയ വിമർശനങ്ങൾക്ക് ലോകമാകെ വലിയ വിമർശനങ്ങൾക്ക് തന്നെ ഇടയാക്കിയിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അവിടെ കളിക്കാനുള്ള പ്രീമിയർ ലീഗ് ഉൾപ്പെടെ കളിക്കുന്ന താരങ്ങൾക്ക് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നുള്ള വലിയ തരത്തിലുള്ള ആവശ്യം ഇംഗ്ലണ്ടിൽ നിന്ന് ഉയർന്നിരുന്നു. അങ്ങനെ ഫിഫ ആ കാര്യത്തിൽ കൂടി വലിയ തോതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമുള്ള നടപടിയാണ് അർജന്റീന ടീമിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത്. ബാക്കിയുള്ള അന്നത്തെ അക്രമ സംഭവങ്ങളിലെ വിലക്കുകളും അതിലെ പിഴ ശിക്ഷയും താരങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് അത് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. എന്തായാലും അർജന്റീന ടീമിന് ലോകകപ്പിൽ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും വലിയ വിവാദങ്ങൾക്ക് അർജന്റീനയുടെ ഓരോ മത്സരങ്ങളും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നത്. ആ കാര്യം തന്നെയാണ് നമ്മൾ പലപ്പോഴും പല മത്സരങ്ങളിലും കണ്ടിരുന്നത്. അതുതന്നെയാണ് ആ ഫൈനലിൽ സ്പെയിനോടുള്ള മത്സരത്തിൽ സ്പാനിഷ് താരങ്ങളെ ആക്രമിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലേക്ക് ആ മത്സരത്തിൻ്റെ ഫൈനൽ വിസിലിന് ശേഷമുള്ള അക്രമങ്ങൾ കടന്നുപോയത്. അതിലാണ് ഇപ്പോൾ ഫിഫയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും ഈ കാണികളെ ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടി നടപടി ഉണ്ടായിരിക്കുന്നല്ലോ. അത് പിന്നീട് 2 മത്സരങ്ങൾ എന്നത് 1 മത്സരമാക്കി ചുരുക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും അർജന്റീനയുടെ അടുത്ത ഹോം മത്സരത്തിൽ സ്റ്റേഡിയത്തിൻ്റെ 50% മാത്രം ശേഷിയേ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടി അർജന്റീനയ്ക്ക് ഫിഫ നൽകുന്ന നിർദ്ദേശമുണ്ട്. അതും ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട നടപടിയാണ്. കാരണം ഈ ഫോക്ലാൻഡ് ഉൾപ്പെടെയുള്ള ബാനർ ഉയർത്തിയ നടപടി എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഫിഫയുടെ മത്സരങ്ങളിൽ ഒരിക്കൽ പോലും അങ്ങനത്തെ ബാനറുകളോ കൊടിത്തോരണങ്ങളോ ഒന്നും ഉപയോഗിക്കരുത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അച്ചടക്ക നടപടിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് ലംഘിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഫിഫ വളരെയേറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലെ മത്സരങ്ങൾ എന്ന് പറയുന്നത് മെസ്സി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇതിഹാസ താരങ്ങളെല്ലാം ഇറങ്ങുന്ന മത്സരത്തിലേക്ക് വലിയ തരത്തിലുള്ള കാണികൾ തന്നെയാണ്. അത് ഗ്യാലറി ഫുള്ളാകുന്ന രീതിയിലുള്ള കാണികൾ തന്നെയാണ് അവിടെ എത്താറുള്ളത്. അതിൽ തന്നെയാണ് ഇപ്പോൾ 50% ശേഷിയിൽ മാത്രമേ മത്സരങ്ങൾ നടത്താവൂ എന്നുള്ള കാര്യം അർജന്റീനയ്ക്ക് ഫിഫ നൽകുന്ന അതും ഒരു വലിയ വിലക്ക് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള വലിയ നടപടി തന്നെയാണ് ആ കാര്യം കൂടി. കാരണം അർജന്റീനയുടെ മത്സരങ്ങൾ നമുക്ക് കാണുമ്പോൾ അറിയാം, അത് ഹോം സ്റ്റേഡിയത്തിലാണെങ്കിലും എവേ മത്സരങ്ങളിലാണെങ്കിൽ പോലും വലിയ തോതിൽ കാണികൾ നിറഞ്ഞു കവിഞ്ഞിട്ടുള്ള ഗ്യാലറികൾ തന്നെയാണ് നാം പലപ്പോഴും കാണുന്നത്. ആ ഒരു കാര്യത്തിൽ കൂടി അർജന്റീനയുടെ അടുത്ത ഹോം മത്സരം എന്ന് പറയുന്നത് അതിൽ സ്റ്റേഡിയത്തിൻ്റെ 50% ശേഷി മാത്രമേ നടത്താവൂ. ഏകദേശം അടുത്ത വിൻഡോയിൽ അടുത്ത മാസങ്ങളിൽ ഈ മത്സരം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലും കൂടി അവർക്ക് നടപടി വരുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. അങ്ങനെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു നടപടി കൂടിയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാധു.
മുഹമ്മദ് ജസീമാണ് വിവരങ്ങൾ നൽകിയത്. അർജന്റീന ടീമിന് ശിക്ഷ കലാശ കളിക്കൊടുവിലെ കയ്യാങ്കളിയിലാണ് ഇപ്പോൾ ഫിഫയുടെ പിഴയടക്കമുള്ള ശിക്ഷകൾ ഉണ്ടായിരിക്കുന്നത്.